إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും അനുധാവനം ചെയ്ത് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കനിഞ്ഞു അരുളിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായ ആരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. ആരോഗ്യം ഉള്ളവരായിരിക്കുക, ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള ആ അനുഗ്രഹത്തെ നമ്മൾ അംഗീകരിക്കലാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? ദുനിയാവിൽ സുഖമായി ജീവിക്കുന്നതിന് വേണ്ടി മാത്രമല്ല. ദുനിയാവിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണം എന്നത് ശരിയാണ്. പക്ഷേ ദുനിയാവിനപ്പുറത്ത് വരാനിരിക്കുന്ന കാലാകാലത്തേക്കുള്ളൊരു ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. ആ ജീവിത കാലഘട്ടത്തിലേക്കുള്ള പാഥേയമൊരുക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇബാദത്തുകൾ അനുഷ്ഠിച്ച് ജീവിച്ചു പോകണമെങ്കിൽ ഒരാൾ ആരോഗ്യമുള്ളവനാകണം, മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ളവനാകണം. ആ നിലക്കാണ് നമ്മൾ ആരോഗ്യത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് പറയുന്നത്, അല്ലാതെ ദുനിയവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇനി അതിനൊരു മറുഭാഗമുണ്ട്. ആരോഗ്യമില്ലാത്ത അവസ്ഥ അഥവാ മറവ്, രോഗാവസ്ഥ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ള എല്ലാ ജന്തുക്കളിലും നിശ്ചയിച്ചിട്ടുള്ള ഒരു ഖദറാണ്, അള്ളാഹുവിന്റെ ഒരു നിശ്ചയമാണ്. രോഗം എന്ന് പറഞ്ഞാൽ ഏതൊരു ജീവിക്കും വരാം. അത് അവനവൻ വിചാരിച്ചാലും വരാം, വിചാരിക്കാതിരുന്നാലും വരാം. ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം പരിശ്രമിച്ചാലും ആ പരിശ്രമങ്ങൾക്കപ്പുറത്ത് നമ്മൾ കാണാത്ത വഴികളിലൂടെ, പല കാരണങ്ങളിലൂടെ രോഗാവസ്ഥയിൽ എത്തിപ്പെടുകയും അതിന്റെ കടുത്ത പരീക്ഷണങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥ മനുഷ്യനുണ്ട്. ഈ രോഗാവസ്ഥ എന്നത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ ഒന്നാണ്. അത് പരീക്ഷണങ്ങളാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, രോഗാവസ്ഥയെ തരണം ചെയ്യാൻ കഴിയാതെ മനുഷ്യൻ
കുഫറിൽ ചെന്ന് ചാടുന്നു, ശിർക്കിൽ ചെന്ന് ചാടുന്നു എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, വളരെ സുപ്രധാനമായ ചില വിഷയങ്ങളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികൾക്ക് നൽകുന്ന കുറെ നിർദ്ദേശങ്ങളുണ്ട്. രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും വരുന്നതാണ്. അപ്പൊ രോഗം വരുന്നതിന് മുമ്പ് കുറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു 50 വയസ്സ് ജീവിച്ചു ഒരാൾ, 50 വയസ്സ് ആരോഗ്യത്തോടു കൂടി ജീവിച്ചു, പിന്നെ 60 വയസ്സിൽ അയാൾ മരിക്കുകയാണ്. 10 വർഷക്കാലം അയാൾക്ക് ആരോഗ്യമില്ലാത്ത കാലം ഉണ്ടായി. അപ്പൊ ഈ ആരോഗ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു സാഹചര്യം വന്നാൽ, അത്തരം അവസ്ഥ വന്നാൽ അതൊരു വലിയ നഷ്ടമാണ്. പക്ഷേ 50 വയസ്സ് കാലം ഒരാൾ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും കാംക്ഷിച്ചുകൊണ്ട് അതിനു വേണ്ടിയാണ് എങ്കിൽ അവന്റെ ബാക്കി വരുന്ന 10 വർഷം അവന് നഷ്ടമല്ല. 50 വയസ്സവന് മാന്യമായി ശരിയായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി അവന് നഷ്ടമല്ല, അല്ലെങ്കിൽ നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു അപരിചിതനെ പോലെയാണ്, ആരെയും അറിയാത്തവനെ പോലെ ജീവിക്കണം. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോ വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആകുമെന്ന് പ്രതീക്ഷിക്കേണ്ട, രാവിലെ ആയി കഴിഞ്ഞാൽ വൈകുന്നേരമായി കിട്ടും പ്രതീക്ഷിക്കേണ്ട. അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അതുകൊണ്ട് ഖുദ് മിൻ സിഹതിക ലിമറദിക വമിൻ ഹയാതിക ലിമൗതിക. നിന്റെ സിഹത്തുള്ള ആരോഗ്യമുള്ള കാലത്തെ നീ ഉപയോഗിച്ചോ. എന്തിന്? ലിമറദിക, നിനക്ക് രോഗാതുരമായ ഒരു കാലം വരാണ്ട് ആ സമയത്തേക്ക് വിനിയോഗിച്ചോ. അതെങ്ങനെ വിനിയോഗിക്കാം? രോഗാതുരമായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പരിഗണന നമുക്ക് കിട്ടണമെങ്കിൽ രോഗമില്ലാത്ത കാലത്ത് അള്ളാഹുവിനെ നമ്മൾ പരിഗണിക്കണം. അതാ പറഞ്ഞ 50 വയസ്സ് കാലം എല്ലാ ഇബാദത്തും പുണ്യകർമ്മങ്ങളും മാന്യമായി ചെയ്തുകൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ 10 വർഷ കാലഘട്ടത്തിൽ, രോഗാതുരമായ കാലഘട്ടത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ വരവ് ചേർക്കപ്പെടും. എന്ത് വരവ് ചേർക്കണം? നമ്മൾ ആദ്യം നിക്ഷേപിച്ചത് വരവുണ്ടാവും. 50 കൊല്ലം നമ്മൾ അള്ളാഹുവിന്റെ ഖജനാവിൽ നിക്ഷേപിച്ചതൊക്കെ നമുക്ക് അതേപോലെ വരവായിട്ട് 10 കൊല്ലം രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അതാണ് ഖുദ് മിൻ സിഹതിക ലിമറദിക. നിന്റെ രോഗം വരാനുള്ള കാലത്തേക്ക് ആരോഗ്യത്തെ നീ വിനിയോഗിച്ചോ എന്ന് പറയാൻ കാരണം, വമിൻ ഹയാതിക ലിമൗതിക, നിന്റെ ഹയാത്ത് കാലത്തെ നീ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി വിനിയോഗിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ കാരണം. അപ്പോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, രോഗാതുരമായ കാലഘട്ടത്തെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കണം എന്നല്ല. ആ കാര്യത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അത് ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുകയും രോഗത്തെ പ്രതിരോധിക്കുകയും ചെയ്യാൻ ദുനിയാവിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള മാർഗമാണ് ചികിത്സ ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദാവു ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ മരുന്ന് കൊണ്ട് ചികിത്സിച്ചു കൊള്ളുക. ഫഇന്നല്ലാഹ ലം യളഅ ദാഅൻ ഇല്ലാ വളഅ ലഹു ദവാഅ. അല്ലാഹു തആല ഒരു രോഗത്തെയും വെച്ചിട്ടില്ല. ഇല്ലാ വളഅ ലഹു ദവാഅ, അതിനാവശ്യമായ മരുന്നും നിശ്ചയിക്കാതെ. രോഗം ദുനിയാവിലുണ്ടെന്നുള്ള സത്യമാണ്. ജീവനുള്ളവയിലൊക്കെ രോഗാവസ്ഥയുണ്ടാകും. ആ രോഗാവസ്ഥയെ അതിജീവിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മരുന്ന്. ആ മരുന്നും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഇല്ലാ ദാഅൻ വാഹിദ, ഒരു രോഗത്തിന് ചികിത്സ ഇല്ല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് മാ ഹുവ, എന്താണ് ചികിത്സ ഇല്ലാത്ത രോഗം? ഖാല, അപ്പൊ റസൂൽ പറഞ്ഞു, അൽ ഹറം, പ്രായാധിക്യമാണ്. പ്രായമാകുക എന്നുള്ള ഒരു മരുന്നില്ല. പ്രായമാകുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ ജീവിച്ചുകൊണ്ടേയിരിക്കുമ്പോ ഈ ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് പരിക്കുകൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ആ പരിക്കുകൾ അങ്ങനെ കൂടിയിട്ട് അവസാനം വാർദ്ധക്യം എന്നൊരു സംഗതി ഉണ്ടാകുന്നത്, ക്ഷീണമായിട്ട് അങ്ങനെ മരിച്ചു പോകാന്നുള്ള മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ഗതി. അതിന് മരുന്നില്ല. അല്ലാത്ത ദുനിയാവിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിനൊക്കെ അല്ലാഹു തആല മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് എന്തിനാ പറഞ്ഞത്? നിങ്ങൾ ചികിത്സിക്കണം, നിങ്ങൾ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചികിത്സാ മുറകൾ സ്വീകരിക്കണം എന്ന സംഗതിക്ക് വേണ്ടിയാണ്. അപ്പോ ഈ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടൊക്കെ ചികിത്സിക്കാം? നമുക്ക് മരുന്ന് കൊണ്ട് ചികിത്സിക്കാം.
ആ മരുന്ന് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മനുഷ്യന്മാരുണ്ട്, അവിടെ ചികിത്സ ഒക്കെ നടന്നിട്ടുണ്ട്. അതേ ചികിത്സ തന്നെയാണോ നമ്മൾ ദുനിയാവ് അവസാനിക്കുന്നവരെ ചെയ്യേണ്ടത്? അല്ല. ചികിത്സ എന്ന് പറയുന്നത് രോഗത്തിനുള്ള മരുന്ന് എന്നുള്ള കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്താ പറഞ്ഞത്? മാ അൻസലല്ലാഹു ദാഅൻ, അള്ളാഹു ഒരു രോഗത്തെ നിശ്ചയിച്ചിട്ടില്ല, ഇറക്കിയിട്ടില്ല. ഇല്ലാ അൻസല ലഹു ശിഫാ, ആ രോഗത്തിനുള്ള ശമന മാർഗങ്ങൾ ആ മരുന്നും അള്ളാഹു തആല നിശ്ചയിച്ചിട്ടല്ലാതെ. അലിമഹു മൻ അലിമഹു, ആ മരുന്ന് അറിഞ്ഞവൻ അറിഞ്ഞു, വജഹിലഹു മൻ ജഹിലഹു, അറിയാത്തവൻ അറിയുന്നില്ല. അപ്പൊ മരുന്ന് എന്നുള്ള മനുഷ്യനെ അറിയേണ്ടതാണ്. അത് അള്ളാഹു തആല നേരത്തെ ഇറക്കി തന്നതല്ല. അള്ളാഹു തആല ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചികിത്സ ഇറക്കി തന്നിട്ടില്ല. മറിച്ച് എന്താണ്, ആ ചികിത്സ എന്തെന്നുള്ളത് മനുഷ്യന്റെ അന്വേഷണങ്ങളുടെ, ഗവേഷണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ മനുഷ്യൻ കണ്ടെത്തുന്നതാണ്. ആ കണ്ടെത്തുന്ന കാര്യങ്ങളിൽ മുബാഹായ, ദീൻ അനുവദിച്ചിട്ടുള്ള എല്ലാ ചികിത്സാ മുറകളും മനുഷ്യന് സ്വീകരിക്കാവുന്നതാണ്. അതിന് പ്രത്യേക ഇതൊന്നുമില്ല. മുബാഹായ ഏത് തരത്തിലുള്ള ചികിത്സാ രീതികളും മനുഷ്യന് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതേ ചികിത്സാ മുറ തന്നെ ഇന്ന് പാലിച്ചുകൊള്ളണമെന്നില്ല. പക്ഷെ അന്നുണ്ട് കുറെ മാറാത്ത കുറെ ചികിത്സാ രീതികൾ അന്നും ഇന്നുമുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഉള്ള അതേ ചികിത്സാ രീതികൾ ഇന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു, അഹി യസ്തഖി ബത്ന, എന്റെ സഹോദരന്റെ വയറിന് അസുഖാണ്, വയറിന് വേദനയോ വയറുമായി സംബന്ധമായ എന്തോ അസുഖം, അതുമായി വേവലാതിപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. ഫഖാല, റസൂൽ പറഞ്ഞു, ഇസ്ഖിഹി അസ്ല, നീ അവനോട് തേൻ കുടിക്കാൻ പറ. അങ്ങനെ ഇദ്ദേഹം പോയി അദ്ദേഹത്തിന് തേൻ കുടിപ്പിച്ചു. പിന്നെ അയാൾ വന്നു, സുമ്മ അതാ അസാനിയ, രണ്ടാം പ്രാവശ്യവും വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇസ്ഖിഹി അസ്ല. അപ്പോൾ റസൂൽ പറഞ്ഞു, എന്ത്, നീ അവനെ കൊണ്ട് തേൻ കുടിപ്പിക്കുക, തേൻ കുടിക്കാൻ പറ. സുമ്മ അതാഹു, വീണ്ടും മൂന്നാം തവണയും ആ മനുഷ്യൻ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഫഫഅൽതു, ഞാൻ അതൊക്കെ ചെയ്തു നോക്കി റസൂലേ. ഫഖാല എന്ന് പറഞ്ഞാൽ ഫലം ഉണ്ടായില്ല. 3 പ്രാവശ്യവും ആവർത്തിക്കാൻ പറഞ്ഞു, എനിക്കതുകൊണ്ട് ഫലം ഉണ്ടായില്ല റസൂലേ എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞൊരു മറുപടി ഉണ്ട്, എന്താണെന്നറിയോ? ഫഖാല സദഖല്ലാഹ് വകദബ ബത്നു അഖീക, അള്ളാഹ് പറഞ്ഞത് സത്യമാണ്, പക്ഷെ നിന്റെ സഹോദരന്റെ പള്ള കളവാക്കിയിരിക്കുന്നു. പള്ളക്കാണല്ലോ ചികിത്സ. പള്ളയുടെ ചികിത്സക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള മരുന്ന് ഫലിച്ചിട്ടില്ല, പള്ളയാണ് കളവാക്കിയത്, അള്ളാഹു അല്ല. അള്ളാഹ് എന്താ പറഞ്ഞത്? അള്ളാഹു തആല എന്താ പറഞ്ഞത്? തേനിനെ പറ്റി എന്താ പറഞ്ഞത്? തേനീച്ചയുടെ ജീവിതക്രമത്തെ പറ്റി വിശദീകരിച്ച സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്, യഖ്റുജു മിൻ ബുതൂനിഹാ, അതിന്റെ വയറുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നു, ശറാബുൻ, ഒരു പാനീയം, മുഖ്തലിഫുൻ അൽവാനു, അതിന്റെ നിറങ്ങൾ വ്യത്യസ്തങ്ങളാ. തേനൊക്കെ എല്ലാ നിറവില്ല. അറേബ്യൻ ഗൾഫ് പോയി കാണുന്ന ഇരുണ്ട തേനായിരിക്കും, നമ്മുടെ നാട്ടിൽ ചുവന്ന തേനായിരിക്കും, പല കളറിലെ തേനുകളുണ്ടാവും. മുഖ്തലിഫുൻ അൽവാൻ, അതിന്റെ ലൗനുകളൊക്കെ വ്യത്യാസം. പക്ഷേ ഫീഹി ശിഫാഉൽ ലിന്നാസ്, മനുഷ്യന്മാർക്കുള്ള രോഗശാന്തി ആ തേനിലുണ്ട്. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, രോഗശമനത്തിന്റെ മാർഗമാണ് തേനെന്ന്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തേൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത്. പക്ഷേ അയാൾക്ക് അതുകൊണ്ട് ഫലിച്ചില്ല. വീണ്ടും അയാൾ വന്നപ്പോ വീണ്ടും റസൂൽ എന്ത് പറഞ്ഞു? വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്ഖിഹി അസ്ല, അദ്ദേഹത്തിന് ഇനിയും തേന് കൊടുക്കുക. അത് കൊടുത്തു. പിന്നെ വന്നപ്പോ പറഞ്ഞു, ഫസഖാഹു ഫബറഅ, അയാൾക്ക് തേൻ കൊടുത്തു, സുഖമായി. അപ്പൊ ഒരേ ഒരു മരുന്ന് നമ്മളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ മരുന്ന് കഴിച്ചു, ഈ മരുന്ന് കഴിച്ചു, അത്ര കഴിച്ചു, ഇത്ര കഴിച്ചു, ഭേദമല്ല. ഭേദമില്ലാത്തതുകൊണ്ട് മരുന്ന് ഒഴിവാക്കലല്ല, മറിച്ച് എന്താണ്, എപ്പോഴാണിത് ഫലിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. മരുന്ന് എന്ന് പറയുന്ന സംഗതി, മരുന്നിനോട് പ്രതികരിക്കാനുള്ളൊരു അവസ്ഥ അല്ലാഹു തആല മനുഷ്യന്റെ ശരീരത്തിന് കൊടുത്തിട്ടുണ്ട്. മരുന്നിനോട് പ്രതികരിക്കുമ്പോൾ മാത്രമേ മരുന്ന് ഫലിക്കുകയുള്ളൂ. അത് എപ്പോഴാ ഫലിക്കാം? പ്രതികരിക്കാതിരിക്കാൻ വേറെ കാരണങ്ങൾ ഉണ്ടാവും, ഫലിക്കാതിരിക്കാൻ വേറെ കാരണം ഉണ്ടാവും. അതെന്താണെന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും ചികിത്സ തേടുക എന്ന് പറയുന്ന സംഗതി ദീൻ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യമാണ്, ദീൻ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അതിലൊന്ന് തേനാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള വേറൊരു ചികിത്സാ രീതിയാണ്. എന്താണ്? റസൂൽ പറഞ്ഞു, അൽ അജ്വതു മിനൽ ജന്ന വഫീഹാ ശിഫാഉം മിനസ് സുമ്മി വൽ കംഅതു മിനൽ മന്നി
വമാഉഹാ ശിഫാഉൽ ലിൽ ഐനി. എന്താ പറയുന്നത്? അൽ അജ്വത്തു മിനൽ ജന്ന. അജ്വ എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥമായ കനിയാകുന്നു. സ്വർഗത്തിൽ കിട്ടുന്ന കനിയാണെന്ത്? അജ്വ. അജ്വ എന്ന് പറഞ്ഞാൽ മദീനയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാരക്കയാണ്. ഒരു പ്രത്യേക ഒരു കറുത്ത പിന്നെ ഒരു ഇരുണ്ട കറുപ്പ് നിറത്തിലുള്ള ഒരു വരയും കുറിയൊക്കെയുള്ള ഒരു കാരക്ക ആണെന്ത്? അജ്വ കാരക്ക. അതിനെപ്പറ്റി പറയാണ് അൽ അജ്വത്തു മിനൽ ജന്ന, അത് സ്വർഗസ്ഥമായ കനിയാകുന്നു. വഫീഹാ ശിഫാഉൻ ഫിസ്സുമ്മി, സുമ്മിനുള്ള വിഷത്തിനുള്ള ശമനം അതിലുണ്ട്. അല്ലാഹു തആല ഓരോ സാധനത്തിലും ശിഫ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസ് പറയുമ്പോൾ ചില ആൾക്കാർ വിമർശിക്കാറുണ്ട്, അങ്ങനെ പാമ്പ് കടിച്ചാൽ അജ്വാക്കാരൊക്കെ കൊടുത്താൽ പോരെ? ഹദീസ് നിഷേധികൾ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, അവർക്ക് എന്ത് വേണ്ടാലും സംശയമാണ്. അങ്ങനെയുള്ള ആൾക്കാർ പറയും റസൂലുള്ള പറഞ്ഞാണല്ലോ ഇത്. അള്ളാഹുവിന്റെ റസൂല് വഹി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യം മുന്നിൽ വെച്ചിട്ട് അവൻ പറയാണ് അങ്ങനെയാണെങ്കിൽ എന്താ പാമ്പ് കടിക്കട്ടെ, ചേര കടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വർത്താനം ഉണ്ടാക്കുക. യഥാർത്ഥത്തിൽ എന്താ അവിടെ പറയുന്നത്? ഫീഹാ ശിഫാഉം മിനസ് സുമ്മി, സുമ്മിൽ നിന്നുള്ള പിന്നെ ശമനായിലുണ്ട്. എന്താ സുമ്മ് എന്ന് പറഞ്ഞാൽ? പാമ്പ് കഴിക്കുന്ന വിഷം മാത്രമേ വിഷാവൂ? മനുഷ്യൻ കഴിക്കുന്ന ആഹാര സാധനത്തിൽ എന്തെല്ലാം വിഷപദാർത്ഥങ്ങളുണ്ട്? മനുഷ്യനോ ദൈനംദിനം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാര സാധനത്തിൽ എന്തെല്ലാം വിഷപദാർത്ഥങ്ങളുണ്ട്? അതൊക്കെ മനുഷ്യന്റെ ശരീരത്തില് പിന്നെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്. എല്ലാം കഴിച്ചാൽ ഒരാൾ മരിച്ചുപോയില്ല, പക്ഷേ രോഗിയാകും. പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പച്ചവെള്ളത്തിൽ പോലും എന്ത് ചേർക്കുന്നുണ്ട്? ഇത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില വിഷാംശങ്ങൾ ചേർക്കുന്നുണ്ട്. അതൊക്കെ മനുഷ്യനെ അകത്താക്കുകയാണ്. അങ്ങനെ അകത്താക്കുന്ന മനുഷ്യന് ബാധിക്കാത്ത എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ കയ്യിൽ പ്രതിരോധം ഉള്ളതുകൊണ്ടാണ്. അത് കൂടിക്കഴിഞ്ഞാലോ പിന്നെ പ്രതിരോധം നശിക്കുകയും അത് ശരീരം തകരാൻ തന്നെ കാരണമാവുകയും ചെയ്യും. അതൊക്കെ അതിന്റെ സയൻസ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഏതായിരുന്നാലും ഫീഹാ ശിഫാഉം മിനസ് സുമ്മി, സുമ്മിൽ നിന്നുള്ള പിന്നെ ശിഫ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ രോഗത്തിനും, പാമ്പ് കടിച്ചാലൊക്കെ ശിഫ ഉണ്ടെന്നല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഭാവികമായി വരുന്ന വിഷപദാർത്ഥങ്ങളെ പിന്നെ നീക്കാനുള്ള ശക്തി ഇതിനുണ്ട് എന്നാണ്. അത് അല്ലാഹു തആല വഹി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. നമ്മുടെ നാട്ടിലുണ്ട് ഒരു സാധനം, മഞ്ഞൾ എന്ന് പറഞ്ഞൊരു വസ്തു. മഞ്ഞൾ എന്തിനാ? വിഷസംഹാരിയാണ്. അത് അകത്ത് ചെല്ലുന്നതിനനുസരിച്ച് അകത്തുള്ള പല വിഷപദാർത്ഥങ്ങളെയും ഒഴിവാക്കാൻ കെൽപ്പുള്ള ഒരു വലിയ പിന്നെ സാധനമാണ് എന്ത്? ഈ പറയുന്ന മഞ്ഞൾ എന്ന് പറയുന്നത്. അപ്പൊ മഞ്ഞൾ കഴിച്ചാൽ പാമ്പ് കടിക്കില്ല എന്ന് ചോദിക്കുന്നത് അർത്ഥമല്ല. അങ്ങനെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അതേപോലെ തന്നെയാണിത്. ഇതൊരു ശിഫയുടെ മാർഗമായി അല്ലാഹു തആല വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്. അത് അന്നത്തെ ഒരു ചികിത്സാ രീതിയാണ്, ഇന്നും ചികിത്സ തന്നെയാണ്. അതുകൊണ്ടാണ് അജ്വാക്കാർക്ക് വില കൂടുതല്. പിന്നെ പറയുന്നു വൽ കംഅതു മിനൽ മന്നി. കംഅത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതെന്താണെന്നറിയോ? നബാത്തുൻ ലാ വറഖ ഫീഹി, അത് ഇലയുണ്ടാകാത്ത ഒരു ചെടിയാണ്. അതിന് തണ്ടാണുള്ളത്. ആ തണ്ടിൽ നല്ല വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തെ കുറിച്ച് റസൂൽ പറയുന്നത് മാഉഹാ ശിഫാഉൽ ലിൽ ഐനി, കണ്ണിന് ബാധിക്കുന്ന അസുഖത്തിന് അതിൽ ശിഫയുണ്ട്. ഈ പറഞ്ഞ ചെടിയിൽ അതിന്റെ നീര് കണ്ണിനെ ബാധിക്കുന്ന അസുഖത്തിനുള്ള ചികിത്സയുണ്ട്. അപ്പൊ ഇതൊക്കെ ചികിത്സാ രീതിയാണ്. എന്തിനാ റസൂൽ ഇത് പറഞ്ഞത്? അങ്ങനെ വല്ലതും ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തദാവോ, ചികിത്സിക്കണം. ഈ ചികിത്സിക്കാൻ പറ്റുന്ന കുറെ രീതികളിൽ ഒന്നാകുന്നു ഇത്. അത് കാലത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും പല രൂപത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കാം. അത് തന്നെയാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ അതല്ലല്ലോ. നമ്മൾ വേറെ പല ചെടികളും വേറെ പല കായ്കളും ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ ചികിത്സിക്കുന്നു. ഇനി ഇതൊക്കെ അല്ല, അതിനപ്പുറത്ത് വേറെ പല ചികിത്സകളും മനുഷ്യൻ ചെയ്യുന്നു. അതേപോലെ വേറെ ഹദീസിൽ റസൂൽ പറഞ്ഞു അൽ ഹബ്ബത്തു സൗദാഉ ശിഫാഉൻ മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിനുള്ള ശമനുണ്ട്. എന്തിനെന്നറിയോ? ഈ പറയുന്ന കരിഞ്ജീരകം എന്ന് പറഞ്ഞ സാധനം. അത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലേ ഉള്ളതാണ്. ഇന്നും അത് ഔഷധ വീര്യമുള്ള വസ്തുവായി ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുന്നവർക്കറിയാം അതിന്റെ ഗുണം എന്താന്നുള്ളത്. ഇല്ലാമിനസാം, മരണത്തിൽ നിന്നല്ലാത്ത എല്ലാറ്റിനും അസുഖമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അതിശയോക്തിപരമായ കാര്യമാണ്. അത്രയും പിന്നെ ഔഷധ ഗുണമുള്ള വസ്തുവാകുന്നു അത്. ഇതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചികിത്സാ രീതിയായി ഉപയോഗിച്ചതാണ്. അതിന്റെ ഒക്കെ ഒരു എന്താ പറയാ ഒരു പുരോഗമിക്കപ്പെട്ടിട്ടുള്ള രൂപങ്ങളാണ് പിന്നീട് എന്താവുന്നത് ചികിത്സാ രീതിയായിട്ട് ലോകത്തൊക്കെ പ്രചരിക്കുന്നത്. അതേപോലെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ റസൂൽ പറഞ്ഞു അശ്ശിഫാഉ ഫീ സലാസിൻ, 3 കാര്യത്തിലാണ് ശിഫയുള്ളത്. എന്താണ് ആ 3 കാര്യം? ഒന്ന് കയ്യത്തു നാരിൻ, നാറ് കൊണ്ട് തീ കൊണ്ട് ചൂടാക്കിയിട്ടുള്ള ചികിത്സ ഉണ്ട്. കിയ്യെന്ന് പറയാ, അത് ഇന്നുണ്ട്, പഴയ കാലത്തുണ്ട്. അതുപോലെ തന്നെ
മെഹിജമിൻ. മെഹിജം എന്ന് പറഞ്ഞാൽ കൊമ്പ് വെക്കുക. പഴയ കാലത്തുള്ള ഒരു ചികിത്സാ രീതിയാണ് മെഹിജം, കൊമ്പ് വെക്കുക. എന്താ ഈ കൊമ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ ഇഖ്റാജു ദമിൽ ഫാസിദ മിനൽ ജസദി, ശരീരത്തിൽ നിന്ന് ദുഷിച്ച രക്തങ്ങളെ പുറന്തള്ളലാണ്. അൻ ത്വരീഖി തശ്രീതി മൗദിൽ വജഇ, ഈ വേദനയോ അതുപോലുള്ള സംഗതികളൊക്കെ ശരീരത്തിൽ എവിടെയാണുള്ളത് അവിടെ മുറിപ്പെടുത്തുക. മുറിച്ചിട്ട് അതിൽ നിന്നുള്ള ദുഷിച്ച രക്തത്തെ പുറത്തെടുക്കുക. എന്നിട്ട് രോഗശമനത്തിന് മാർഗം സ്വീകരിക്കുക. ഇതാണെന്ത് മെഹിജം എന്ന് പറഞ്ഞാൽ. അത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതാണ്. റസൂൽ കൊമ്പ് വെച്ചിട്ടുണ്ട്. കൊമ്പ് വെക്കുന്ന ചികിത്സ അന്നേ ഉള്ളതാണ്. ഔ ശർബത്തി മെഹിജമിൻ ഔ ശർബത്തി അസ്ലിൻ, അല്ലെങ്കിൽ തേൻ കുടിക്കുക. അത് മൂന്ന് കാര്യം എന്താണ്? ശമനമാർഗമാകുന്നു. അപ്പൊ ഓരോരോ കാലഘട്ടത്തിൽ എന്തൊക്കെയാണോ ശമനമാർഗമായി ഔഷധമായി ഉള്ളത് അതൊക്കെ അങ്ങനെ ചെയ്യാം. ഇനി ഈ പറഞ്ഞ സംഗതിയാണ് ആധുനിക കാലഘട്ടത്തിൽ ജറാഹ, ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ പുരോഗമിച്ചിട്ടുള്ളത്. അത് ചിലപ്പോ കീറി മുറിക്കലോ ചില അവയവങ്ങൾ എടുത്തു മാറ്റലോ അങ്ങനെയൊക്കെയുള്ള ചികിത്സാ രീതികൾ ഡെവലപ്മെന്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ മാറ്റം ഇതൊക്കെ എന്താണ്? ചികിത്സാ രീതികളാണ്. നിഷിദ്ധമല്ലാത്ത മുബാഹായ എല്ലാ ചികിത്സാ രീതികളെയും നമ്മൾക്ക് സ്വീകരിക്കാം എന്നൊരാശയം ഈ പറഞ്ഞതിലുണ്ട്. അപ്പൊ രോഗമുണ്ടെങ്കിൽ രോഗികളായ ആളുകൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം ചികിത്സകൾ ഉറപ്പുവരുത്തുക എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? നമ്മളെ വിഷയമായി സുപ്രധാനമായ കാര്യം എന്താ? രണ്ടാമത് പറയാൻ പോകുന്ന കാര്യമാണ്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അൻസല ദാഅ വദ്ദബാ, അല്ലാഹു തആല രോഗത്തെ ഇറക്കിയിട്ടുണ്ട്, അതിനാവശ്യമായ പ്രതിവിധിയായ മരുന്നിനെ ഇറക്കിയിട്ടുണ്ട്. വജഅല ലികുല്ലി ദാഇൻ ദവാഅൻ, എല്ലാ രോഗത്തിനും ചികിത്സാമറുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഫതദാവൂ, അതുകൊണ്ട് നിങ്ങൾ ചികിത്സ ഉറപ്പുവരുത്തണം, നിങ്ങൾ മരുന്ന് ഉപയോഗിക്കണം. വലാ തദാവൂ ബിഹറാം, ഹറാമ് കൊണ്ട് ചികിത്സിക്കരുതേ. അപ്പൊ രണ്ടു തരം ചികിത്സയായി. ഒന്ന് ഹലാലായ ചികിത്സ ഉണ്ട്, അത് നിങ്ങൾ ചെയ്യണം എന്ന് പറയാ. രണ്ടാമത് ഹറാമ് കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. രോഗം മൂർച്ഛിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ ഹലാല് ഹറാം എന്നുള്ള വിഷയമല്ല, അവന്റെ മുമ്പിൽ ശിർക്ക് കുഫർ എന്നുള്ള വിഷയമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം 5ഉം 10ഉം കൊല്ലം ഒരേ കിടപ്പിൽ കിടന്ന് ദുരിതങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെടുമ്പോ അവിടെയാണ് പരീക്ഷണം വരുന്നത്. അവന്റെ മുമ്പിൽ നിങ്ങൾ ഹലാല് പറഞ്ഞിട്ട് കാര്യമില്ല, ഹറാമ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ശിർക്കാണ് കുഫറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമാകുന്ന, ഓനെ കൊണ്ട് പറ്റുന്ന എന്ത് വഴിയാണോ ഇതിന് രക്ഷപ്പെടാൻ എന്താ വഴി, അതാണോ നോക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആളുകൾ ഹറാമിന്റെ വഴി സ്വീകരിക്കുന്ന മാത്രമല്ല ശിർക്കിന്റെയും കുഫറിന്റെയും വഴി സ്വീകരിക്കുന്നു. ഇത് പരീക്ഷണാണ്. അപ്പൊ രണ്ട് സംഗതി അവിടെ ഉണ്ടായത്, ദുനിയാവും പോയി ആഖിറത്തും പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അനി ദവാഇൽ ഖബീസ്, ഖബീസായ കാര്യം കൊണ്ട് നിങ്ങൾ മരുന്നെടുക്കരുത്. ഖബീസ് എന്ന വൃത്തികെട്ട മോശപ്പെട്ട സാധനം. നമ്മളെ സംബന്ധിച്ച ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച ഖബീസാണ്, വൃത്തികെട്ടതാണ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം പന്നി ഒരു വൃത്തികെട്ട ജീവിയാണ്. അൽ ഹംർ, ഹംർ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തികെട്ട സാധനമാണ്. അതുപോലെ തന്നെ ഖിൻസീർ, പന്നി, കിലാബ്, നായ്ക്കൾ, വാസ്ബാഹുദാലിക്ക, ഇതേപോലെ സാധനങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വൃത്തികേടിന്റെ പര്യായങ്ങളായി അറിയപ്പെടുന്നാൽ മാത്രമല്ല നിഷിദ്ധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് അത്തരം സാധനങ്ങളൊക്കെ നിങ്ങൾ ചികിത്സിക്കാൻ പറ്റുമോ? ഇല്ല. ഒരാൾ പറയാണ്, നിങ്ങളെ ഈ രോഗം ശിഫയാകണമെങ്കിൽ നായയുടെ ഇടക്കഴുത്ത് മുറിച്ചെടുത്തിട്ട് ഇറച്ചി പുഴുങ്ങി തിന്നണം, എന്നാലേ നിങ്ങളെ രോഗം മാറുന്ന ഒരാൾ പറഞ്ഞാൽ രോഗിയാണെങ്കിൽ അത് കഴിച്ചിരിക്കും. ഓന്റെ മുമ്പിൽ എന്തില്ല, ഓന്റെ സൂക്കേട് മാറില്ല പ്രശ്നം. നായയാണോ പട്ടിയാണെന്നുള്ള ഓൻ നോക്കൂല. അപ്പൊ ഹറാമിൽ പെട്ടു. ഇങ്ങനെയുള്ള ഹബീസായ സാധനങ്ങൾ കൊണ്ടൊക്കെയുള്ള ചികിത്സാമുറികൾ നമ്മുടെ നാട്ടിലുണ്ട്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു വലിയ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി വലിയ വിവാദത്തിൽപ്പെട്ടു. എന്താ വിവാദത്തിൽപ്പെടാൻ കാരണം? അദ്ദേഹം രാത്രി കിടന്നും രാവിലെ എണീറ്റ് മൂത്രയ്ക്കുന്ന ആദ്യത്തെ മൂത്രം ഗ്ലാസ്സിലാക്കിയിട്ട് അതാണ് കുടിക്കും. എന്തിന്? യൂറിൻ തെറാപ്പി എന്നാണ് അത്ര പേര്. അത് കുടിക്കാൻ നല്ല രോഗശമനമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നുണ്ട് യൂറിൻ തെറാപ്പിക്കാരായ ആളുകൾ ദുനിയാവിൽ. അപ്പൊ രോഗശമനമാണെന്നാ വിചാരം. അപ്പൊ എന്ത് സംഭവിച്ചു? അല്ലാഹു തആല വേസ്റ്റാക്കി പുറത്തു തള്ളിയ ഒരു സാധനത്തെ രണ്ടാമത് എങ്ങനെ ശിഫയാകുക?
നമ്മളെ ശരീരത്തിന് വേസ്റ്റ് പുറത്തു പോകുന്ന സാധനമാണ്, ശരീരത്തിന് ആവശ്യമില്ലാത്ത സാധനം പുറത്തു പോകുന്ന സാധനമാണ്. അത് നമ്മൾ രണ്ടാമത് കഴിച്ചാൽ ശിഫ ഉണ്ടെന്ന് ഒരുത്തന് വിശ്വസിക്കണമെങ്കിൽ ഓന്റെ തലയിൽ എത്രമാത്രം വെളിച്ചുണ്ടാകണം. അപ്പൊ അതൊന്നല്ല നമ്മളെ നോട്ടം. അള്ളാഹുവിന്റെ റസൂല് പറയാൻ പാടില്ല ഹബീസായ സാധനങ്ങൾ കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ അതിൽപ്പെട്ടു. ഈ പറഞ്ഞ ഹബീസാത്തുകളൊന്നും നമ്മൾ ചികിത്സാ രീതിയായി സ്വീകരിക്കാൻ പാടില്ല. ചികിത്സാ രീതിയായി സ്വീകരിച്ചാൽ എന്തായി? നമ്മൾ ഹറാമ് ചെയ്തു, ഹറാമിൽ അകപ്പെട്ടുപോയി. ഇനി അതിനേക്കാൾ ഗൗരവപ്പെട്ട കാര്യം എന്താണ്? അവിടെയാണ് മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത്, പ്രധാനമായും പരീക്ഷിക്കപ്പെടുന്നത്. മാരകമായ അസുഖം 5-10 കൊല്ലം കിടന്നു, ഒരു നിവൃത്തിയില്ല, പലയാതി ചികിത്സ ചെയ്തു. അലോപ്പതി കുറെ ചെയ്തു നോക്കി, ആയുർവേദം കുറെ പരീക്ഷിച്ചു, പിന്നെ ഹോമിയോപ്പതി പരീക്ഷിച്ചു, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പ്രകൃതി ചികിത്സയും പരീക്ഷിച്ചു. ഒരു പരീക്ഷണം കൊണ്ട് യാതൊരു രക്ഷയില്ല. അങ്ങനെ ഒരു ഗത്യന്തരമില്ലാത്തൊരു ഘട്ടം ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ പറയാണ്, അയാളടുത്ത ഒരാൾ വന്ന് പറയാ, ഇന്ന പുണ്യസ്ഥലത്ത് ദർഗയിൽ പോയി അവിടെ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ആ വിളക്കില് വെളിച്ചെണ്ണ എടുത്തിട്ട് ശരീരത്തിൽ നന്നായിട്ട് അങ്ങോട്ട് തടവിയാൽ നിങ്ങൾ അസുഖം മാറും എന്നൊരാൾ പറഞ്ഞു കൊടുത്തു നോക്കുക. ഓനത് ചെയ്യും. ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ആ എണ്ണ തന്നെ ഔഷധമുള്ള സാരിയല്ലല്ലോ, ഔഷധമുള്ള സാധന. ഓന്റെ വിശ്വാസം എന്താ? അവിടെ പോയാൽ തൊട്ട് ആക്കി കഴിഞ്ഞാൽ എന്തോ ഒരു പുണ്യം കിട്ടാനുണ്ട് എന്നാ. ആ ഗൗരവവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പുണ്യം നമ്മളിലേക്ക് ആവാഹിക്കുന്നുണ്ട്. എന്റെ രോഗം ശിഫയാവുന്ന കുഫറിൽ ചാടി, ശിർക്കിലും ചാടി. അതാ സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് ഏറ്റവും കൊടിയ പരീക്ഷണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റുഖാ വതമാഇമ വതിവലത ശിർകുൻ. തീർച്ചയായും ദുർമന്ത്രവാദം, മന്ത്രല്ലട്ടോ, മന്ത്രദീനിൽ ഉള്ളതാണ്. മന്ത്രമുണ്ട്, ദുർമന്ത്രല്ല. മന്ത്രം എന്നുള്ള ശരിയായ റുഖ എന്ന് പറഞ്ഞ ആർക്കുള്ളതാണ്? അത് ശരിയായ തൗഹീദുള്ള, ശരിയായ ഇഖ്ലാസുള്ള ഒരാളെടുത്ത് നമുക്ക് സ്വയം ചെയ്യാം. ദീനിൽ പഠിപ്പിക്കപ്പെട്ട റുഖ അത് നമ്മൾ സ്വയം ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് കഴിയുന്നില്ലേ? അത് ചെയ്യാൻ യോഗ്യനായ തൗഹീദുള്ള, ശരിയായ പിന്നെ ഈമാനുള്ള ഒരാളെടുത്ത് പോയിക്കൊണ്ട് നമുക്ക് ആ കാര്യം ചെയ്യിപ്പിക്കാൻ പറ്റും. അത് വേറൊരു വിഷയം. അത് റുഖ എന്ന് പറഞ്ഞ ദീൻ അനുവദിച്ച റുഖിയ്യ അശ്ശറഇയ്യ, അതല്ല ഇവിടെ പറയുന്നത്. ദുർമന്ത്രവാദം, അതായത് ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ചികിത്സാ രീതിയാകുന്നു അത് ഇന്നുണ്ട്. എല്ലാ മതസമൂഹത്തിലും എല്ലാ പൗരോഹിത്യ കേന്ദ്രങ്ങളിലും കിട്ടാവുന്ന ഒരു കാര്യമാണെന്ത്? ദുർമന്ത്രവാദം എന്ന് പറയുന്നത്. അത് പല കോലത്തിൽ വരും. അത് ഹോമത്തിന്റെ കോലത്തിൽ വരും. ഹോമം, പുകയ്ക്കുക, മുട്ടറക്കാന്നൊക്കെ നിങ്ങൾ തേങ്ങനെ നേരെ മുട്ടറക്കുക, അതിനോട് അറുത്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ്. വെപ്പ് അങ്ങനെ മുട്ടറക്കലായിരുന്നാലും ശരി, ഏലസ് കെട്ടലായിരുന്നാലും ശരി, മൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക. വല്ലവനും തമീമത്ത് കെട്ടിക്കഴിഞ്ഞാൽ ഓ മുശ്രിക്കായിനാ. എത്ര ആൾക്കാരെ കൈമൽ നമ്മൾ കാണുന്നുണ്ട്, കാതിൽ കാണുന്നുണ്ട്. ഇത് കെട്ടി നടക്കുക ഓഫീസുകളിൽ, വാഹനങ്ങളിൽ ഇതൊക്കെ തൂക്കി നടക്കുന്നുണ്ട്. എന്തിന്? ശമനം കിട്ടാൻ വേണ്ടി, ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വക കാര്യങ്ങളിൽ ഒരാൾക്ക് പോയി കഴിഞ്ഞാൽ അതിലേക്ക് തവക്കുലായി. മനുഷ്യന്റെ തവക്കുല ഈ പറഞ്ഞ കെട്ടിയ ചരടിലും ഈ പറഞ്ഞ ഏലസിലും ഈ പറഞ്ഞ സംഗതിയിൽ അവന്റെ പിന്നെ തവക്കുലായി. അള്ളാഹുവിൽ നിന്ന് അവൻ വിട്ടു. അതെന്താണ്? അവൻ ശരിയായ മുശ്രിക്കായി പോവുക എന്ന് പറയുന്ന സംഗതിയാകുന്നു അവിടെ ഉണ്ടാകുന്നത്. ആ ഗണത്തിൽപ്പെട്ടാണ് ഏലസ് കെട്ടുക, ഐക്കല്ല് കെട്ടുക, ഈ പറഞ്ഞ സംഗതികളൊക്കെ. ഇതൊക്കെ ചികിത്സാ രീതിയായി ദുനിയാവിൽ വിവിധ മതസമൂഹങ്ങൾ, മതമില്ലാത്ത സമൂഹത്തിൽ, ഏതെങ്കിലും തരം വിശ്വാസങ്ങളുടെ സമൂഹങ്ങളിലൊക്കെ കണ്ടുവരുന്ന കാര്യമാകുന്നു. ഇതൊന്നും ഒരു വിശ്വാസിയായ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രോഗത്തിന്റെ ചികിത്സയായി സ്വീകരിക്കാൻ പാടില്ല. സ്വീകരിക്കേണ്ട കാര്യം എന്തെന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും അല്ലാഹു തആല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ഒതുങ്ങി അതിൽ വഴങ്ങി നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഒരാൾ അല്ലാഹു നിർദ്ദേശിച്ച, അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ച ചികിത്സാ രീതി ഒക്കെ ചെയ്തു, എന്നിട്ട് അവന് സുഖമായിട്ടില്ലെങ്കിലോ ഓന്റെ ദുനിയാവിൽ ലേശം കഷ്ടപ്പാടുണ്ടെന്നേ ഉള്ളൂ. ദുനിയാവ് കഴിഞ്ഞു പോയാലോ അവൻ ക്ഷമിച്ചതിന്റെയും അവൻ ഈ സഹിച്ചതിന്റെയും ഒക്കെ ഫലമായി അവന്റെ പ്രതിഫലം കൂടുകയും അവന്റെ പരലോകം രക്ഷപ്പെടുകയും ചെയ്തു. ദുനിയാവിൽ ലേശം പ്രയാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ദുനിയാവ് കഴിഞ്ഞാൽ കാലാകാലം ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ അവൻ രക്ഷപ്പെട്ടു എന്നാ. ഇനി അതിന് പകരം ഒരാളോ ഈ പണിയാ ചെയ്യുന്നതെങ്കിലോ നരകത്തിലല്ലേ പോയി കിടക്കേണ്ടി വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നരകം എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവിൽ നമ്മൾ കാണുന്ന തീയില്ലേ, ആ തീയിന്റെ 70 മടങ്ങ് കഠിന ചൂടുള്ള കത്തിയാളിക്കൊണ്ടിരിക്കുന്ന നരകം, മനുഷ്യനെയും പാറയെയും കത്തിച്ചു കൊണ്ടിരിക്കുന്ന നരകം.
ആ നരകത്തിന്റെ വക്കിൽ ഒരു നിമിഷം നിൽക്കാൻ നമുക്ക് പറ്റുമോ? ആ നരകം കിട്ടലാണോ നമുക്ക് ലാഭം? അതോ ദുനിയാവിൽ എന്തെങ്കിലും ശമനമുണ്ട് എന്ന് വിചാരിച്ച് ഈ ചികിത്സ ചെയ്ത് സമാധാനിക്കലാണോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സമാധാനം? ആത്യന്തികമായ സമാധാനം എന്താ? നരകരക്ഷ കിട്ടാന്നില്ല. നരകരക്ഷ കിട്ടണമെങ്കിൽ അള്ളാഹുവിൽ ഭയപ്പെടുകയും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ക്ഷമിക്കുകയും അള്ളാഹ് പറഞ്ഞ അനുസരിച്ച് മാത്രം പോവുകയും ചെയ്തെങ്കിലേ അത് സാധ്യമാകൂ എന്നുള്ള ഒരു ഓർമ്മ എപ്പോൾ നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി അനുസരിച്ച് ജീവിച്ച് മരിച്ചു പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട, രോഗിയാണെങ്കിലും ശരി രോഗിയെ പരിചരിക്കുന്നവരാണെങ്കിലും ശരി, ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത്? മരുന്ന് കൊണ്ട് ചികിത്സിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? മരുന്ന് കൊണ്ടൊക്കെ നിൽക്കാത്ത പ്രശ്നമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മന്ത്രവാദത്തിന്റെയോ അതുപോലെയുള്ള ശിർക്കിന്റെയോ കുഫറിന്റെയോ ഭാഗത്തേക്ക് പോകാതിരിക്കുക. അങ്ങനെ ഒരാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ റുഖിയ്യത്തു ശർഇയ്യ ചെയ്യുക. അത് നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇസ്ലാമിൽ മശ്റൂആയ കാര്യമാണ്, എപ്പോഴും ചെയ്യേണ്ടതാണ്. നമ്മൾക്ക് ഒരു പ്രൊട്ടക്ഷൻ, എല്ലാ പ്രശ്നങ്ങളിലും പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളത് എന്താ? നമ്മളെ ദിക്ർ കൊണ്ടുണ്ടാകുന്നതാണ്. അത് രാവിലെയും വൈകുന്നേരമൊക്കെ ചെല്ലുന്ന ദിക്റുകളുണ്ട്. അങ്ങനെ പല ദിക്റുകളുണ്ട്, ഓരോ സന്ദർഭത്തിൽ ചെയ്യേണ്ട ദിക്റുകളുണ്ട്. ആ ദിക്റുകളൊക്കെ എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ സംരക്ഷണം. ഹിസ്നുൽ മുസ്ലിം എന്നാണ് പറയാ. മുസ്ലിമുകളുടെ സംരക്ഷണമാണ്. ആ സംരക്ഷണം കിട്ടണമെങ്കിൽ അള്ളാഹുവിൽ നമ്മൾ അഭയം തരണം. എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക. നമ്മുടെ ജീവിതം കംപ്ലീറ്റ് അള്ളാഹുവിൽ അർപ്പിക്കുക, അവനെ ഏൽപ്പിക്കുക. അങ്ങനെ ഒരാൾ ജീവിക്കാന്നില്ല. അങ്ങനെ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ എന്താവും? ദിക്റുകൾ ഉണ്ടാവും. ആ ദിക്റിന്റെ ഒരു ഭാഗം തന്നെയാകുന്നു റുഖിയ അശ്ശറഇയ്യ എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമുക്ക് മറ്റൊരു അവസരത്തിൽ വിശദീകരിക്കാവുന്ന സംഗതിയാണ്. വിശദീകരിക്കണം, ആൾ മനസ്സിലാക്കുകയും ചെയ്യണം. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട, നമ്മൾ പാലിക്കേണ്ട കാര്യമായതുകൊണ്ട്. അതോടുകൂടി മറ്റൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ മരുന്നൊന്നും ഫലിച്ചിട്ടില്ലെങ്കിൽ ദുആ എപ്പോഴും ഉണ്ടാകണം. മരുന്നൊക്കെ നമുക്ക് ഉപയോഗിക്കണം. എല്ലാ തരത്തിലും നമുക്ക് അനുവദനീയമായിട്ടുള്ള മുബാഹായ എല്ലാ രോഗശമന മാർഗങ്ങളും ഉപയോഗിക്കുക. അതിൽ മാത്രമല്ല, രോഗത്തിന് ശമനമായിട്ട് അല്ലാഹു തആല ഈ മരുന്നുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ മരുന്നുകൊണ്ട് സുഖമാവുന്ന ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അതിൽ തവക്കുലാക്കാൻ പറ്റില്ല. മരുന്നിൽ തവക്കുലാക്കാൻ പറ്റില്ല. അനുവദനീയമായ മരുന്നാണെങ്കിൽ പോലും അതിൽ തവക്കുലാക്കാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? അല്ലാഹു തആല അനുവദിച്ചതാണ്. ശിഫയാകാനുള്ള മാർഗമായി അല്ലാഹു തആല നിശ്ചയിച്ചൊരു വഴിയാണെന്ത്? മരുന്ന് കഴിക്കാന്നുള്ളത്. ദശമൂലായുഷം കഴിച്ചാൽ എല്ലാം സുഖാവും അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. ദശമൂലായുഷം കഴിക്കാന്നൊരു വഴിയാണ്, അത് വേണം കഴിയാം. ബാക്കി കാര്യങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കുക, മരുന്ന് ഉപയോഗിക്കുക, തവക്കുലാക്കുക, ബാക്കി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അതാണ് ദുആ എന്ന് പറയുന്ന സംഗതി. മരുന്നിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അദ്ദുആഉ യർഫഉൽ ബലാ. മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ നാശങ്ങളെയും പൊക്കിക്കളയുന്നു, ഉയർത്തിക്കളയുന്ന എന്തറിയോ? ദുആ, പ്രാർത്ഥനയാണ്. വയൻഫഉ മിമ്മാ നസല. മനുഷ്യന് വന്ന് അവതരിച്ചിട്ടുള്ള ദുരിതങ്ങളാണെങ്കിലും ശരി, വമിമ്മാ ലം യൻസിൽ. മനുഷ്യന് ഇതുവരെ വന്നിട്ടില്ലാത്ത ഇനി വരാനുള്ള കാര്യമാണെങ്കിൽ ഏത് കാര്യത്തിനും ഉള്ള ഒറ്റമൂലി എന്താണ്? മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാകുക എന്നുള്ള. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഏത് കാര്യത്തിലും. അതേപോലെ റസൂൽ പറഞ്ഞു, ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. നമുക്കെല്ലാം ഖളാണല്ലോ. എല്ലാം അല്ലാഹുവിന്റെ ഖളാ, നിശ്ചയപ്രകാരം ഖദറനുസരിച്ച് നടക്കുന്നല്ലോ. ഈ പറയുന്ന ഖളാഇനെയും ഖദറിനെയും തടുക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ അത് ദുആ മാത്രമാണ്. അല്ലാഹുവിന്റെ ഖളാഇനെയും ഖദറിനെയും തടുത്തു നിർത്താൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതെന്താണ്? ദുആയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥന കൊണ്ട് ഖളാഇനെ തടുക്കാൻ. എന്നല്ല അല്ലാഹുവിന്റെ നിശ്ചയം അല്ലാഹു മാറ്റും. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദുആയുടെ ഫലമായി മാറ്റും എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ദുആ നമ്മൾ ദുനിയവിയായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനപ്പുറത്ത് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട, നമ്മളെ ഫലമായി കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണെന്ത്? നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയിൽ നമ്മൾ മുഴുകുക എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഒരു വിശ്വാസി അള്ളാഹുവിന്റെ അടിമയാകാനുള്ള വഴി. അല്ലെങ്കിലോ ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി ശരിയായ അള്ളാഹുവിന്റെ അടിമയായി അള്ളാഹിന്റെ സംരക്ഷണവും നമുക്ക് കിട്ടും. അല്ലാത്തവനോ അത് കിട്ടിക്കോണമെന്നില്ല.
അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുക, അള്ളാഹുവിൽ തവക്കുലാക്കുക, അള്ളാഹു റസൂലും പഠിപ്പിച്ചതനുസരിച്ച് നമ്മൾ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരു ലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ വ ലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين